ഹേമിജുവും ഹസ്ബൻഡും മീറ്റ് ചെയ്യും. എന്താണ് പറയാനുള്ളതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഇവർക്കാണെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. ടേങ്ങിന്റെയും ഹ്യൂജിന്റെ ഇടയ്ക്ക് നടന്നത് എന്താണെന്ന് അവരവിടെ നിന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പോകരുത്, കൊറിയൻ ഫുഡാണല്ലോ ഇഷ്ടം, അവിടെ ചെന്നിട്ട് വെറുതെ സ്റ്റാവ് ചെയ്യേണ്ടെന്നാണ് ഇവർ പറയുന്നത്. പോകുന്നതെന്ന് പിന്തിരിപ്പിക്കാനാണ് ഹേമിജു വന്നതെന്ന് ഹസ്ബൻഡിന് മനസ്സിലാവും. ഇത് പ്രാങ്കൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ച് അയാൾ ഉറപ്പിക്കുന്നുണ്ട്. ഞാനെങ്ങും പോകുന്നില്ല, ഇയാളെ കൂട്ടാതെ ഞാൻ എങ്ങോട്ടേക്ക് പോകാനാണ് ഒറ്റയ്ക്കെന്ന് ടേങ് ചോദിക്കും. അന്നേരമാണ് ഹേമിജുവിന്റെ ഹസ്ബൻഡ് വന്ന് ബാഗ് എടുത്ത് പോകുന്നത്. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നോട് അസിസ്റ്റന്റ് മാനേജർ ചായയാണ് പറഞ്ഞത്, എന്നാലും സാരമില്ല, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാനായിട്ട് പറ്റിയല്ലോ എന്ന് അവൾ പറയുമ്പോൾ, എന്നെ അന്വേഷിച്ച് വന്നതിന് താങ്ക്സ്, ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിലും ഞാൻ തിരിച്ച് ഇയാളുടെ അടുത്തേക്ക് തന്നെ വന്നേനെന്ന് അവൻ പറയും. ഞാൻ ഇവിടുന്ന് പോയ പിന്നെ നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് മിസ് ചെയ്തു. പണ്ട് ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, അന്ന് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ നിങ്ങളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വീണ്ടും ചെന്ന് കയറിയപ്പോൾ അവിടെ ആകെ ഒരു എംപ്റ്റിനെസ്സും ലോൺലിനെസ്സും ആണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് അവൻ പറഞ്ഞു. യൂസങ്ങിനെ യൂജിൻ മീറ്റ് ചെയ്യും. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് അവനോട് പറയുമ്പോൾ ടേങ് അല്ലേ എന്ന് അവൻ തിരിച്ചു ചോദിക്കും. ഇയാൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഇയാൾ ടേങ്ങിനെ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ടേങ്ങും പൂജുവിനെയും ഇയാളെ നല്ലതുപോലെ ട്രഷർ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഫാമിലിയെ പോലെ തന്നെയായിരുന്നു ഇത്രയും നാൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരാളെ ഇയാൾ മീറ്റ് ചെയ്തതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറയും. അവിടുന്ന് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ, അന്ന് ഡേ കെയറിലെ പ്രോഗ്രാമിന് ടേങ്ങ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അത് പറയാതിരുന്നതിന് കാരണം ഇയാൾ ഇതുപോലെ വേവർ ചെയ്യുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. പക്ഷേ ഇനിയിപ്പോൾ അത് പറയാതിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇയാളെ മറക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും, എങ്കിലും ഇയാൾക്ക് നല്ലത് മാത്രം വരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ യാത്ര പറഞ്ഞ് പോകുന്നത്. കുഞ്ഞിനെ കൊണ്ട് ടേങ് പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് വരുമ്പോൾ കുഞ്ഞ് കളിക്കാനൊന്നും താല്പര്യം കാണിക്കുന്നില്ല. ഒന്നും ഇഷ്ടപ്പെടുന്നില്ലേ, നിനക്ക് ഇതിൽ കയറാൻ ഇഷ്ടമായിരുന്നല്ലോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ, എനിക്ക് അങ്കിളിനെയാണ് ഇഷ്ടം എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷവും. അന്നേരത്തേക്ക് ഹ്യൂജനും അവിടേക്ക് വരും. തിരിച്ചു വരുമ്പോൾ അന്ന് പൂജുവിന്റെ ഡേ കെയറിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ടേങ്ങിന്റെ അടുത്ത് ഹ്യൂജൻ ചോദിക്കും. വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്നേരവും എനിക്ക് ഡൗട്ടായിരുന്നു, നിങ്ങളെ കെയർ ചെയ്യാൻ പറ്റുമോ, ഒരു ഫാമിലി ആയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുമോ, ആ വക കാര്യങ്ങളിലൊന്നും എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു എന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ, ഞാൻ എല്ലാ കാര്യങ്ങളിലും പിക്കിയാണ്. അങ്ങനെ ഒരാൾ ഇയാളെ ബോയ് ഫ്രണ്ട് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കാര്യത്തിലും സംശയം വേണ്ടാന്ന് ഓർക്കണം എന്നവൾ പറയും. ബോയ് ഫ്രണ്ട് എന്ന് വിളിച്ചത് അവനെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഡേറ്റ് ചെയ്തത് തുടങ്ങിയെന്ന് ഇയാൾ സമ്മതിച്ചല്ലേ. ഇന്നലെ നമ്മൾ കപ്പിളായതിനു ശേഷമുള്ള ആദ്യത്തെ ദിവസമായിരുന്നു ഹ്യൂജൻ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നൊക്കെ ഇവനെ ഉറച്ചു വിളിച്ചു പോകും. അതൊക്കെ പറയാനൊക്കെ അവൾ പറയുന്നുണ്ട്. ഇവിടെ ആരും ഇല്ലല്ലോ എന്നാണ് അവൻ പറയുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പാർട്ട്മെന്റിൽ ഒരുപാട് ആളുകൾ അവിടെ നിൽപ്പുണ്ടാവും. അവരെല്ലാം രണ്ടുപേരെയും കൺഗ്രാജുലേറ്റ് ചെയ്യും. ഇനി ഞാൻ എല്ലാവരുടെയും മുഖത്ത് എങ്ങനെ നോക്കും, ആകെ നാണക്കേടായല്ലോ എന്നവൾ പറയുന്നത് കേൾക്കുമ്പോൾ, നമ്മളുടെ റിലേഷൻ ഒളിപ്പിച്ചു വെക്കാനാണോ ഇയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് അവൻ സങ്കടത്തോട് ചോദിക്കും. അങ്ങനെയല്ല, എല്ലായിടത്തും സമയമാകുമ്പോൾ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തു വന്നാലും ഓഫീസിൽ വരുമ്പോൾ നമ്മളുടെ റിലേഷൻ ആരും അറിയാനായിട്ട് പാടില്ല, രഹസ്യമായിട്ട് വെക്കണം എന്ന് പറയുമ്പോൾ അവന് സംശയം തോന്നും. അതെന്താ, ഇയാളുടെ ഫസ്റ്റ് അവിടെ ഉള്ളതുകൊണ്ടാണോ എന്ന് അവൻ എടുത്ത് ചോദിക്കും. അവൻ അസൂയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതൊന്നും അല്ല, അന്നത്തെ വീഡിയോ അവിടെ വൈറലായ കാര്യം അറിയാമല്ലോ, ആളുകൾ ആവശ്യമില്ലാതെ ഓരോന്ന് പറയും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവൾ ഉറപ്പ് കൊടുക്കും. ടേങ് തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കുഞ്ഞ് സമ്മതിക്കത്തില്ല. ഞാൻ പോയിട്ട് നാളെ വരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുഞ്ഞ് വാതിലിനടുത്തുനിന്ന് മാറുന്നില്ല. കുറേ ദിവസം കൂടിയിട്ടാണ് അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ വിടാനായിട്ട് കുഞ്ഞിനും മനസ്സില്ല. കുഞ്ഞിനാകെ കൺഫ്യൂഷനും ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം മാറുന്നു, വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് താമസം മാറട്ടെ, ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് ടേങ് പറയുന്നുണ്ടെങ്കിലും ഒട്ടും ആലോചിക്കാതെ തന്നെ താമസിച്ചോളാനായിട്ട് അവൾ പറയും. അങ്ങനെ സാധനങ്ങളെല്ലാം പതുക്കെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ ടേങ് തീരുമാനിക്കും. ഡേ കെയറിൽ വെച്ച കൂടെയുള്ള ഒരു കുട്ടി ടോയ്സ് ചോദിക്കുമ്പോൾ ബൂജു കൊടുക്കത്തില്ല. ടീച്ചർ ഒന്ന് പറയുമ്പോഴും കൊടുക്കുന്നില്ല. അന്ന് വൈകിട്ട് ടേങ് വരുമ്പോഴത്തേക്കിനും ഒരു കാര്യം പറയാനുണ്ടെന്ന് ടീച്ചർ പറയും. അവൻ തെറ്റിദ്ധരിക്കും, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയും. അതിനല്ല, ബൂജുവിനെ പറ്റി പറയാനാണെന്ന് പറയുമ്പോൾ അവനാകെ പേടിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. കുട്ടി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോ പറയാറുണ്ടോ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് അവൻ സമ്മതിക്കും. ആ ഒരു ഫേസിലാണ്. അത് പേടിക്കാനൊന്നുമില്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. എപ്പോഴും നോ പറയാനായിട്ട് സമ്മതിക്കരുത്. അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഒരു ടൈം ടേബിൾ പോലെ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അതാകുമ്പോൾ കുട്ടിക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി വരും എന്നൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ കുട്ടി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, എല്ലാ കുട്ടികളും ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നൊക്കെ നെയ്ബറും അവന് പറഞ്ഞു കൊടുക്കും. എന്തായാലും ഒന്നിച്ച് വീണ്ടും താമസിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾ മൂന്നുപേരും കൂടി ഒരു ട്രിപ്പ് പോകുന്നത് നന്നായിരിക്കും എന്ന് അവർ സജസ്റ്റ് ചെയ്യും. അവർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കുറേ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഫാമിലി കോർട്ടിൽ നിന്ന് ഒരു ലെറ്റർ യൂജിന് വന്നിട്ടുണ്ടെന്ന് അവൻ കാണും.
അന്ന് ഹ്യൂജിൻ വീട്ടിലേക്ക് വരുമ്പോൾ അവർ രണ്ടും കൂടിയാണ് അവളെ വെൽക്കം ചെയ്യുന്നത്. ടേങ് നോക്കുമ്പോൾ അവന്റെ ഫോൺ കാണാനില്ല. ഒന്ന് വിളിച്ചു നോക്കാമോ എന്ന് ഹ്യൂജിന്റെ അടുത്ത് ചോദിക്കും. അവന്റെ കട്ടിലേന്ന് അവൾക്കത് കിട്ടും. നോക്കുന്നുണ്ടേ ടെമ്പററി ഷെൽട്ടർ എന്നാണ് അവളുടെ പേര് സേവ് ചെയ്തേക്കുന്നത്. അതിന്റെ പേരിൽ അവൾ വഴക്കുണ്ടാക്കും. അത് ഞാൻ അന്ന് സേവ് ചെയ്തതാണ് ഇപ്പോഴല്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോണിൽ എന്ത് പേരിലാണ് അവനെ സേവ് ചെയ്തേക്കുന്നത് നോക്കാനായിട്ട് അവൻ തുടങ്ങും. അവളാണെങ്കിൽ ടെമ്പററി ഹെൽപ്പർ എന്നാണ് സേവ് ചെയ്തേക്കുന്നത്. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഫോൺ മാറ്റും. അത് പിടിച്ചു വാങ്ങിക്കാനായിട്ട് അവൻ നോക്കും. രണ്ടുപേരും കൂടി കട്ടിലേക്ക് വീഴും. കറക്റ്റ് സമയത്ത് ബൂജു അവിടേക്ക് വരും. കഴിക്കാനിരിക്കുമ്പോഴാണ് ഫാമിലി കോട്ടയിൽ നിന്ന് വന്ന ലെറ്റർ ഹ്യൂജിൻ കാണുന്നത്. ഹ്യൂജിനും ബൂജുവും തമ്മിലുള്ള റിലേഷൻ തെളിയിക്കുന്ന കുറെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതെല്ലാം കഴിയുമ്പോൾ അവരൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. എങ്കിൽ മാത്രമേ ഒഫീഷ്യലി ഹ്യൂജിൻ ബൂജുവിന്റെ ലീഗൽ ഗാർഡിയനായിട്ട് മാറത്തുള്ളൂ. സെയോണും അറിയും ഹ്യൂജിനും ടേങ്ങും വീണ്ടും ഒന്നിച്ച് താമസിച്ചു തുടങ്ങിയെന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയായിരുന്നു. നിന്റെ മനസ്സ് തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സെയോൺ അവളുടെ അടുത്ത് പറയും. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ബൂജുവിനെ നോക്കുന്നതിന്റെ കാര്യത്തിൽ മാത്രം ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരാറുണ്ട്. ബൂജുവിന് ഡ്രസ്സ് ഇടാനായിട്ട് മടി കാണിക്കുമ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ചിരിക്കാനായിട്ട് ടേങ് നോക്കാറുണ്ട്. ചില റൂൾസും ബൗണ്ടറീസും ഒക്കെ വെക്കണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്നാണ് എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നത്. അവൻ ഉറങ്ങാനായിട്ട് മടി കാണിച്ചാലും കൃത്യസമയത്ത് ഉറക്കണം എന്നല്ല ടേങ്ങിന് നിർബന്ധമാണ്. അങ്ങനെ ഒരു ദിവസം ഇവളാണെങ്കിൽ കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കും. 11:30 കുഞ്ഞുറങ്ങുന്നില്ല. അന്നാണ് അവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത ദിവസം ഇവരെ ഒന്നിച്ച് ട്രിപ്പിന് പോകും. അടിപൊളിയായിട്ട് ഞാനെല്ലാം നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും അവന് വഴി അറിയത്തില്ല, വഴി തെറ്റും. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് നോക്കി വെച്ചിരുന്ന റെസ്റ്റോറന്റ് അടച്ചിട്ടുണ്ട്. അവിടെ കൊച്ചുകുട്ടികളെ കയറ്റത്തില്ല. വിചാരിച്ച പോലെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുന്നില്ലെങ്കിലും അവര് ആ ട്രിപ്പ് എൻജോയ് ചെയ്യും. എന്തുകൊണ്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തതെന്ന് ഹ്യൂജിൻ ചോദിക്കുമ്പോൾ പണ്ട് ഞാനിവിടെ ഫോട്ടോസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടുവാണെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ഇവിടേക്ക് വരണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവൻ പറയും. അവർ മൂന്നും കൂടി എൻജോയ് ചെയ്ത് അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യും. കോർട്ടിലെ ഇന്റർവ്യൂവിനെ പറ്റി ആലോചിച്ചിട്ട് ഹ്യൂജിന് ടെൻഷൻ ഉണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇയാളെക്കാട്ടിലും നന്നായിട്ട് ബൂജിനെ ആർക്കും നോക്കാനായിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ടേങ് അവൾക്ക് ധൈര്യം കൊടുക്കും. എന്നിട്ട് അവിടുന്ന് കിട്ടിയ ഒരു 4 ലീഫ് ക്ലോവറും കൊടുക്കും. ക്ലോവർ 4 ലീഫ് ഉള്ളതാണെങ്കിൽ അത് നമുക്ക് ലക്ക് കൊണ്ടുവരും എന്നാണ് അവരുടെ വിശ്വാസം. ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി കുഞ്ഞിന് ഡയപ്പർ മാറ്റാൻ വേണ്ടിയിട്ട് അവരൊരു റെസ്റ്റ് ഏരിയയിലേക്ക് ചെല്ലും. അവിടുന്ന് തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ കുഞ്ഞ് സമ്മതിക്കുന്നില്ല. അവൻ തിരിഞ്ഞിരിഞ്ഞ് നിൽക്കുകയാണ്. കുഞ്ഞിന്റെ കയ്യിലെ ടോയ് കാണാനില്ലെന്ന് അവർക്ക് മനസ്സിലാവും. അവളെ വീണ്ടും അകത്തേക്ക് പോയി നോക്കുന്നുണ്ടെങ്കിലും അവിടെ ഇല്ല. കാറിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ടേങ് കാറിലേക്ക് നോക്കാനായിട്ട് പോകും. അവൻ പോയി കഴിയുമ്പോൾ ഇവള് തിരിഞ്ഞു നോക്കുന്നുണ്ടെ അവിടെ അതുപോലെ ഒരു ടോയ് കിടക്കുന്നതാണ്. കുഞ്ഞിന്റെ കൈ വിട്ടിട്ട് അവൾ പോയി എടുത്ത് നോക്കുമ്പോൾ അത് കുഞ്ഞിന്റെ ടോയ് അല്ലെന്ന് മനസ്സിലാവും. തിരിഞ്ഞു നോക്കുമ്പോൾ ബൂജുവിനെ കാണാനില്ല. അവൾ അവിടെ എല്ലാം നോക്കും. അന്നത്തേക്ക് ടേങ് തിരിച്ചു വരും. കാറിലുണ്ടായിരുന്നു ബൂജുവിന്റെ ടോയ്. പേടിച്ച് നിൽക്കുന്ന ഹ്യൂജിനെയാണ് അവൻ കാണുന്നത്. ഞാൻ കൈയൊന്ന് വിട്ടതേ ഉള്ളൂ, കുഞ്ഞിനെ കാണാനില്ല എന്ന് അവൾ പറയും. രണ്ടുപേരും പാനിക്കായിട്ട് അവിടെ എല്ലാം നോക്കി നടക്കും. നിങ്ങൾ മാനേജ്മെന്റ് റൂമിൽ അറിയിക്കുകയാണെങ്കിൽ അവർ അനൗൺസ് ചെയ്യും. കുട്ടിയെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് ഇവർ ഓഫീസിൽ പോയി പറയും. കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞ ഫോൺ വരും. ചെന്ന് നോക്കുമ്പോൾ ബൂജു ആകെ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ലേഡിയാണ് അവനെ കണ്ടുപിടിച്ചത്. പാർക്കിംഗ് ലോട്ടിൽ നിന്നാണ് കുട്ടിയെ കിട്ടിയതെന്നും പറയും. ഇത്രയും കുഞ്ഞു കുട്ടിയാണ്, നിങ്ങളുടെ ശ്രദ്ധ കുറച്ചും കൂടി ആ കുട്ടിക്ക് ആവശ്യമുണ്ട്. എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല, കുട്ടിയെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. എന്റെ ശ്രദ്ധക്കുറവ് കാരണമാണല്ലോ ഇത് സംഭവിച്ചത്. ബൂജു നന്നായിട്ട് പേടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടത്തിലാണ് ഹ്യൂജിൻ. കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇനി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് തേങ്ങ അവളെ ആശ്വസിപ്പിക്കും. കോർട്ടിൽ പോകേണ്ട ദിവസം ലാസ്റ്റ് മിനിറ്റ് എന്തോ പ്രശ്നം വന്നിട്ട് കുറച്ചു നേരം കൂടി ഓഫീസിൽ ഇരിക്കേണ്ടി വരും ഹ്യൂജിന്. അന്ന് ഉച്ച കഴിഞ്ഞിട്ട് അവൾ അവധി പറഞ്ഞിട്ടുണ്ടെന്ന് യൂസങ്ങിന് അറിയാം. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, ഇയാൾ പൊക്കോളൂ എന്ന് അവൻ അവളുടെ അടുത്ത് പറയും. ഹ്യൂജിൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെല്ലുന്നത്. അവൾക്ക് ധൈര്യം കൊടുക്കാനായിട്ട് ടേങ്ങും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു. അകത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഓഫീസർ ബൂജുവിനെ അന്ന് കാണാതെ പോയപ്പോൾ കണ്ടുപിടിച്ചു കൊടുത്ത അതേ ലേഡിയാണ്. അവർ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിക്കും. ജോലി തിരക്ക് കാരണമാണ് താമസിച്ചതെന്ന് പറഞ്ഞിട്ട് അവള് അപ്പോളജൈസ് ചെയ്യും. ഇയാളെ എപ്പോഴും എത്ര മണിക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങാറെന്ന് ചോദിക്കുമ്പോൾ അത് ഓരോ ദിവസവും അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും എന്ന് അവൾ പറയും. എന്ന് വെച്ചാൽ കൃത്യസമയത്ത് ഇറങ്ങുന്ന ദിവസങ്ങൾ ചുരുക്കമാണ് മിക്കവാറും താമസിക്കാറുണ്ടെന്നാണ് ഇയാൾ പറയുന്നതിന്റെ അർത്ഥം. ഇയാൾക്ക് ഈ ജോലി തിരക്ക് എപ്പോഴും ഉണ്ട് അല്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ടെ ഉണ്ടെന്ന് അവൾ സമ്മതിക്കും. പിന്നെ എങ്ങനെയാണ് കുട്ടിയെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡേക്കറിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാനായിട്ട് നെയ്ബറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്കിന് ചെറിയ പ്രശ്നം വന്നതുകൊണ്ട് ബാക്കി നെയ്ബേഴ്സ് ഹെൽപ്പ് ചെയ്യും, പിന്നെ എൻ്റെ ഇൻലോയും ഹെൽപ്പ് ചെയ്യും എന്ന് പറയും. അപ്പോൾ സാഹചര്യം അനുസരിച്ച് കുട്ടിയെ ഓരോരുത്തരാണ് നോക്കുന്നതല്ലേ എന്ന് ഇവരെടുത്ത് ചോദിക്കും. ആണെന്ന് ഹ്യൂജിന് സമ്മതിക്കേണ്ടി വരും. ഇൻലോ വന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് വിളിച്ചോളൂ എന്ന് പറയുമ്പോൾ വരുന്നത് ടേങ് ആണ്. ടേങ് അവരെ കണ്ട് സർപ്രൈസ്ഡ് ആവും. അവരും ടേങ്ങിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇയാളുടെ അച്ഛനെതിരെ കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞിടയ്ക്കും അച്ഛൻ കാരണം കുഞ്ഞിന് പ്രശ്നം വന്നു.
അയാൾ ഇനിയും അത് ചെയ്യത്തില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നാണ് ടേം പറയുന്നത്. അങ്ങനെ ഉറപ്പ് തരാൻ എങ്ങനെ സാധിക്കും? ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ സംഭവിച്ചു, ഇനി ഭാവിയിലും അത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തന്നെയല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി നോക്കിയിട്ടും കുട്ടിയെ നിങ്ങൾക്ക് മിസ്സായി. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ ടേങ്ങിന് ഒന്നും മറുപടി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കുറവുകളുള്ള ആളുകളായിരിക്കാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കുട്ടിയെ നോക്കുന്നത്. പക്ഷേ അവനെ നല്ലതുപോലെ നോക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ അവനാണ് പ്രയോറിറ്റി. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഹ്യൂജിൻ അവരോട് പറയും. നിങ്ങൾക്ക് നേരത്തെ നോക്കി പരിചയമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തമല്ല. കാരണം ആ കുട്ടിക്ക് അതൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല. ആ കുട്ടിക്ക് ഇപ്പോൾ വേണ്ടുന്നത് സ്നേഹവും സംരക്ഷണവുമാണ്. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. പക്ഷേ ഇതുവരെയുള്ള സംഭവവികാസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുട്ടിയുടെ ഗാർഡിയൻ ആവാൻ ഇയാൾ അൺഫിറ്റ് ആണെന്ന് ഹ്യൂജിന്റെ അടുത്ത് ആ ഓഫീസർ പറയും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.